எப்போ பார்த்தாலும் மம்முக்காவோட செட்ல வந்து எவ்ரி ஹாஃப் அன் ஹவர் ஏதாவது ஒரு சாப்பிட்றதுக்கு வந்துட்டே இருக்கும். இவள் சாப்பாடு கொடு, இவள் சாப்பாடு கொடு, இவள் சாப்பாடு கொடு. അടാ அடா ഇല്ലടാ, അത് വേറെ പേര് പറയും. ഷൈൻടൗൺ ചക്കയാണ് പറഞ്ഞത്, ഞാൻ പറയാം. லாலேட்டுன்னு வந்து எனக்கு நிறைய ஹெல்ப் பண்ணியிருக்காங்க. மலையாளம் லைன்ஸ் சொல்கிறதுக்கு எப்படி ஈஸி பண்ணணும், எப்படி ഒരു സ്ട്രാറ്റജിയാ பண்ணணும். അല്ലേ, മമ്മൂക്കാടെ എല്ലാ സംഭവങ്ങളും കിട്ടുന്നത് ശരിക്കും നിങ്ങൾക്കാണ്. ദുൽഖറിനും കൂടുതൽ കിട്ടിയിട്ടുണ്ട്. സിനിമ വിട്ടുപിടിക്കാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്, നടക്കുന്നില്ല. அவரோட செட்ல வந்து எப்போ பார்த்தாலும் அவங்க வந்து ஃபூடி மம்முக்கா. ஆனா டிஎன்ஏ ஃபுல் ஃபார்ம் இல்லை. മമ്മൂട്ടി തന്നെ പോലെ. ഞാൻ പിന്നെ എന്ത് ചെയ്ത് അടുത്ത ഷോട്ടിൽ ചിരിച്ച് ലാലേട്ടൻ ഒന്ന് പിടിച്ചത് ചിരിച്ചിട്ട് നടന്നത്. അത് ഓക്കെ. ഒറ്റക്ക് വഴി വെട്ടി തെളിച്ച് വന്നവനാണ് ഞാൻ. ഒറ്റയ്ക്ക് അവിടെ എല്ലാവരും അല്ല, സിനിമ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ഒരു കാര്യം. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 3 അതിഥികൾ, 3 പേർക്കും സ്വാഗതം. നമസ്കാരം. ഓക്കെ അല്ലേ? DNA അല്ലേ? എനിക്ക് തോന്നുന്നു ഇത് കുറേ നാളായി ഷൂട്ട് കഴിഞ്ഞിട്ടല്ലേ? മേബി ഒരു 1 ഇയർ. 1 ഇയർ. ഇത്തിരി കാത്തിരിപ്പാണ് അല്ലേ? ഇപ്പം എങ്ങനെയാ, ടെൻഷനാണോ? നല്ല ടെൻഷൻ. 40th റിലീസല്ലേ? കാരണം ഒരുപാട് പരിപാടികളുള്ളൊരു പടമാണ്, ഒരുപാട് വർക്ക് ചെയ്യാനുള്ളൊരു പടമായിരുന്നു. എനിക്കൊന്ന് ഷൂട്ടിംഗ് തന്നെ കുറേ ദിവസങ്ങളുണ്ടായിരുന്നു. 100 days മേബി അല്ലേ? 100 days മേലെ. 100 days 100 ദിവസത്തോളം ഷൂട്ടിംഗ് നടന്നു തോന്നുന്നു. അപ്പോൾ അതിൻ്റെ വലിയൊരു ബിഗ് ബഡ്ജറ്റ് പടമാണ്. കാരണം ബെൻസ് പ്രൊഡക്ഷൻസിൻ്റെ വലിയൊരു ബിഗ് ബഡ്ജറ്റ് പടമാണ്. അല്ല, എനിക്ക് തോന്നുന്നു ഇന്ന് ട്രെയിലർ ലോഞ്ച് ചെയ്യുമ്പം നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ബെൻസിയുടെ മറ്റൊരു പടം അനൗൺസ് ചെയ്യുകയാണ്. സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരെണ്ണം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ബെൻസി പ്രൊഡക്ഷൻസ് ഇങ്ങനെ പടങ്ങളിങ്ങനെ മലയാള സിനിമയ്ക്ക് വേണ്ടി കൊടുത്തു. അല്ല, നല്ല നല്ല പടങ്ങൾ തരുന്നുണ്ട് അല്ലേ? അപ്പം നല്ല പടത്തിൻ്റെ ഒരു ഭാഗമാവുക എന്നുള്ളതാണല്ലോ നമുക്കെല്ലാം വേണ്ടത്. തീർച്ചയായും. അസ്കറിനെ സംബന്ധിച്ചിടത്തോളം നല്ല കുടുംബ ബാക്ക്ഗ്രൗണ്ടുള്ളൊരു വ്യക്തിയാണല്ലേ, മമ്മൂക്കാടെ പെങ്ങടെ മോൻ. ഈ ഒരു സിനിമയ്ക്ക് ഏറ്റവും മൈലേജ് ഉണ്ടായതും നിങ്ങളവിടെ ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ ആയിട്ട് വലിയ മൈലേജ് ഉണ്ടായി. വിഷുസദ്യ അത് വിഷുസദ്യ മൈലേജ് ഉണ്ടാവും, അതിനോടൊപ്പം തന്നെ ചെറിയ വിവാദങ്ങൾ ഉണ്ടാവുകയും ചെയ്തു അല്ലേ? അല്ലേ? ആ വിവാദം ദൈവം അങ്ങനെ പടച്ചോട്ട് അങ്ങോട്ട് വിട്ടു. നമ്മളൊന്ന് അറിയിച്ചു ഇന്ന ആളുണ്ടെന്ന്, അസ്കറുണ്ടെന്ന് അറിയിച്ചത് അങ്ങനെയാണ്. എനിക്കൊന്നു തമിഴ് സിനിമകൾ കൂടുതൽ ചെയ്തിട്ടുണ്ടോ? മലയാളത്തിൽ അങ്ങനെ തമിഴിൽ 1-2 കുറച്ച് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. സോറി, റയലക്ഷ്മി നിങ്ങൾ രണ്ടുമായിട്ട് ഒരു ഞാൻ വില്ലൻ. തമിഴ് വില്ലൻ ഹീറോയിനാ? വില്ലനെ വന്ന് ഞാൻ അപ്പ തമ്പിങ് വന്ന് ഇവരെ കൊല പണ്ടും. നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. அதுக்கப்புறம் நான் கொலை பண்ணுவேன், being a devil. இது அந்த ஃபிலிமில் தானே கொலை பண்ணிருக்கேன். இந்த ஃபிலிமில் இந்த ஃபிலிம்ல எங்க கொலை பண்றது? கொலை பண்ணிடல. இந்த ஃபிலிம் பாவம் இவங்க. அஸ்கர் பாவம் அந்த பாவம் பாவம் குழந்தை. பாவம் குழந்தை. அல்ல, இதுல வெளியில சொல்ல முடியாது நம்ம இந்த கேரக்டர்ல. ஆனாலும் பாவம் தானே. அப்படியா? அப்படித்தான் மட்டும் பாവം. പാവം കൂടുതൽ പറഞ്ഞിട്ടില്ല, പാവം. എനിക്ക് നിങ്ങൾ തമ്മിലുള്ള ഒരു കൂട്ടുകെട്ട്, നേരത്തെ ഈ തമിഴ് സിനിമയിൽ തുടങ്ങിയ കൂട്ടുകെട്ട്, ഈ സിനിമയിലേക്ക് നിങ്ങൾ രണ്ട് യോജിക്കാനുള്ള ഒരു കാരണം ഉണ്ടാവുമല്ലോ, അതെന്തായിരുന്നു എന്ന് പറയാൻ പറ്റുമോ? സത്യത്തിൽ ഒരു 4 വർഷമായി പ്രോജക്റ്റിൻ്റെ പരിപാടികൾ എൻ്റെ കയ്യിൽ. മീൻസ് ഞാനത് സംസാരിക്കുന്നതും പ്രൊഡ്യൂസറോട് പ്രൊഡ്യൂസർ എന്നോട് പറഞ്ഞ അഷ്കറെ ഒരു പടം ചെയ്യാം, കാരണം നമുക്ക് ഇങ്ങനെ ഒരു പ്രൊഡ്യൂസറും എന്നെ അഷ്കർ ഒരു പോലീസ് പരിപാടികൾ പ്ലാൻ ചെയ്യുമെന്ന് എൻ്റെ പ്രൊഡ്യൂസർ പറഞ്ഞു. അങ്ങനെയാണ് ടി സുരേഷ് ബാബു സാറിനെ ഞാൻ അപ്രോച്ച് ചെയ്യുന്നത്. അദ്ദേഹത്തോട് ഒരു കഥ ചെയ്യാവുന്ന ഒരു കഥ കിട്ടുമോ സാറേ എന്ന് ചോദിച്ചാൽ ഞാൻ വിളിച്ചത്. അപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞ്, അഷ്കറെ നിന്നെ നായകനായിട്ട് ഞാൻ ചെയ്യാം. അല്ലോ, കിഴക്കൻ പത്രോസ് കോട്ടയം കുഞ്ഞിച്ചിട്ട് വലിയ ഹിറ്റ് കൊടുത്ത വലിയൊരു ഡയറക്ടർ എന്നെ നായകനാക്കെന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മൾ അങ്ങനെ സംസാരങ്ങൾ തുടങ്ങുന്നു. എ കെ സന്തോഷ് സാറ് വരുന്നു. ചർച്ചയിൽ പോലീസ് ഓഫീസർ ഒരാൾ വേണം. അങ്ങനെയാണ് റയലക്ഷ്മി മാഡത്തിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. മാഡം തന്നെ മതി. അത് വേറെ ചർച്ചകൾ നടന്നു, പല ആർട്ടിസ്റ്റുകൾ വരുന്നു. പിന്നെ ഫൈനലി ഞാൻ പറഞ്ഞു റയലക്ഷ്മി മാഡം ഓക്കെയാണ്, നമുക്ക് ചെയ്യാം. കാരണം ബിസിനസ് കാര്യങ്ങളും അല്ലെ മാഡം ആ സമയത്ത് ജൂലി മേ ബി ഹിന്ദിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഞാൻ പ്രൊഡ്യൂസർ പറഞ്ഞ് അദ്ദേഹം ഓക്കെ പറഞ്ഞു. അങ്ങനെയാണ് എല്ലാവരും ഓക്കെ. കാരണം 6 വർഷത്തിന് ശേഷം വരുന്നൊരു നല്ലൊരു പോലീസ് ഓഫീസർ, നല്ലൊരു ഹീറോയിൻ, ഒരു സാധനം ഉണ്ടല്ലോ മലയാളത്തിൽ. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഒരു നല്ലൊരു സംഭവം ഉണ്ട് പടത്തിൽ. അങ്ങനെയാണ് റയലക്ഷ്മി മാഡം
ഞാൻ സംസാരിച്ചു. അങ്ങനെ രാജലക്ഷ്മി സിനിമയിലേക്ക് 6 വർഷത്തിന് ശേഷം കൊണ്ടുവരുന്നത് ഞാനല്ല, അല്ല നമ്മളാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഒരു കാര്യമുണ്ടല്ലോ, മേഡം കൂടെ ഓക്കെ പറഞ്ഞുകൊണ്ടാണ്, മേഡത്തിന് ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു, മേഡം ഓക്കെ പറഞ്ഞുകൊണ്ടാണ്. ഓക്കെ, അല്ലെ ഞാൻ പറഞ്ഞിട്ടല്ലോ, ഒരാളുടെ പേര് പറയുന്നുണ്ടല്ലോ, സജസ്റ്റ് ചെയ്തു. നിങ്ങൾക്ക് ഒത്തിരി മലയാളം ഫിലിം നടിച്ചിട്ടുണ്ട്, മമ്മൂക്ക, ലാലേട്ടൻ. ഇപ്പൊ നിങ്ങൾ നടിച്ചിരിക്കുന്നത് மம்முக்கா சிஸ்டர் சன் கூட நடிச்சிருக்கீங்க. எப்படி இருக்கு? மம்முக்கா மாதிரி தான் இருக்கு. ஸோ நான் ஃபர்ஸ்ட் டைம் இந்த படத்தில் ஷூட் பண்ணும்போது செகண்ட் யா தேர்ட் டே இவங்க ஒரு லுக்கில் வந்தாங்க. சேம் யங் மம்முக்கா தான். நான் சரி மம்முக்கா மாதிரி தான் இருக்காங்க, எப்படி அவங்க பையன் மாதிரி தான் தெரியுது. அவ்வளோ ரிசம்பிளன்ஸ் இருக்குது மம்முக்காவோடது. ஸோ அவர் கூட நடிக்கும்போது, அதுக்கப்புறம் இவர் கூட நடிக்கும்போது நான் சொல்கிறேன், ஏன்னா ஒரு ஃபேமிலி படம் நடந்திருக்கு. பட் இட்ஸ் ஜஸ்ட் ஸோ குட் தட் நம்ம தமிழில் பண்ணியிருக்கோம். ஃபர்ஸ்ட் டைம் அவரோட ஹோம் கிரவுண்டில் திருப்பி நான் வந்து ஒரு 6 years கழிச்சு ஒரு மலையாளம் படம் பண்ணேன். பிகாஸ் 6 years கேப் எதுக்கானா, எனக்கு வேறு படங்கள் வேறு லாங்குவேஜில் நான் பண்ணிட்டு இருந்தேன். And all are heroine centric films. இப்போ எல்லாம் heroine centric films are taking longer time. முன்னாடி என்ன இருந்தது, if we are part of ஒரு ஹீரோ சென்ட்ரிக் ஃபிலிம், நம்மளுக்கு ஒரு ஹீரோயின் ரோல் என்ன இருக்கும், நடிக்கிறது, சாங்ஸ், அவ்வளோதான், முடிஞ்சு போச்சு. பட் when it comes to heroine centric films, என்டையர் படம் வந்து நம்ம மேலே இருக்கும். ஸோ இட்ஸ் அ லாட் ஆஃப் ரெஸ்பான்சிபிலிட்டி. ஸோ அதனால கொஞ்சம் நிறைய கேப் ஆயிடுச்சு. ப்ளஸ் எனக்கு வந்து வேறு ஸ்கிரிப்ட்ஸ் பண்ண வேண்டியது ஆசை இருந்ததுங்க. ஸோ நடுவில் 2 மலையாளம் படம் வந்தது, மம்முக்கா சாரோட படம் வந்தது, டேட்ஸ் கிளாஷ் ஆச்சு. ஸோ அதனால தான் ஏதாவது ஒரு ரீசன் வந்து அவ்வளோ கேப் ஆச்சு. பட் ஐ நெவர் ஃபீல், எனக்கு வந்து ஐ நெவர் ஃபெல்ட் நான் வந்து மலையாளம் இண்டஸ்ட்ரி 6 years கேப் எடுத்திருக்கேன். டைம் ஃப்ளைஸ் லைக் திஸ். இப்போது ஸோ எப்போவும் நான் மலையாளம் இண்டஸ்ட்ரிக்கு வந்திருக்கேன், தேவ் ஆல்வேஸ் வெல்கம் மீ வித் ஸோ மச் லவ். என்னோட லாஸ்ட் படமும் ஹிட்டாக இருந்தது. ஹிட்டு கொடுத்து 6 years நான் கேப் எடுத்திருக்கேன். ஸோ இட் ஆல்வேஸ் ஃபீல்ஸ் கம்மிங் பேக் ஹோம். எனக்கு வந்து மலையாளம் ஃபில்ம்ஸ், மலையாளம் இண்டஸ்ட்ரினா எனக்கு வந்து ஒரு ஃபேமிலி மாதிரி. எல்லாமே எல்லார் கூட நான் வேலை செஞ்சுருக்கேன், எல்லார் கூட நான் பழகியிருக்கேன். ஸோ இட்ஸ் மோர் லைக் அ ஃபேமிலி பாண்ட். More than doing a film, it's a family bond. It's like நான் மம்முக்கா சாரோட பண்ணா, லாலேட்டனோட பண்ணா, அவரோட டீம் அதே டீம் இருக்கும். ஸோ எல்லாம் தெரிஞ்ச ஆளுங்கள். ஸோ இட் ஜஸ்ட் ஃபீல்ஸ் ஸோ குட் டு கம் பேக் ஹோம், அந்த மாதிரி ஒரு ஃபீலிங். ஸோ நல்லொரு கேப் எடுத்திருக்கேங்க. 6 years நல்ல கேப் தான் மலையாளத்தில். தெரியல, அப்படி போச்சு. ஏன்னா வந்து இப்போ வரும்போது வேற லெவல்ல வருது. இந்த ஃபிலிம்ல வேற லெவல்ல. ப்ளஸ் எனக்கு வேற கேரக்டர்ஸ் பண்ண வேண்டியது இருந்தது. மலையாளம் சினிமா வந்து எனக்கு நிறைய நல்ல கேரக்டர்ஸ் கொடுத்துருக்கு நமக்கு. நான் என்னோட கரியரில் அண்ணன் தம்பி பார்த்தா, ராக் அண்ட் ரோல் பாருங்க, எல்லாமே நீங்கள் என்னோட மலையாளம் ஃபிலிம் ஜெர்னி பார்த்தா, ஐ ஹவ் பீன் த மோஸ்ட் ஹோம்லி கேர்ள் மலையாளம் இண்டஸ்ட்ரியில். ஸோ ஒரு ஒய்ஃப் கேரக்டர் இருக்கட்டும், ஒரு கேர்ள் ஃப்ரெண்ட் கேரக்டர் இருக்கட்டும், இல்லைனா ஹரியரண்ணா கேர்ள் 2 பார்த்தா அது வேற கேரக்டர். ஸோ இந்த மாதிரி வந்து ஏகப்பட்ட ரோல்ஸ் நான் மலையாளம் இண்டஸ்ட்ரியில் பண்ணியிருக்கேன். இவ்விடம் ஸ்வர்கமானவல்ல நான் வந்து லாயராக பண்ணியிருக்கேன். ஸோ ஐ லவ் டூயிங் டிஃப்ரெண்ட் ரோல்ஸ் இன் மலையாளம். ஏன்னா இங்கே வந்து ஸ்கோப் இருக்குது, இங்கே வந்து ரியலிஸ்டிக் ஃபில்ம்ஸ் இருக்குது. ஸோ இங்கே பண்ணால் ஒரு நல்ல ஸ்கிரிப்ட் பண்ணணும், சும்மா படம் பண்ணுறதுக்காக பண்ணக்கூடாது. ஸோ ஐ ஹவ் ஆல்வேஸ் பீன் பிளெஸ்ட் பை கிரேட் கேரக்டர்ஸ் அண்ட் கிரேட் ஃபில்ம்ஸ் வித் கிரேட் ஆக்டர்ஸ். ஸோ எனக்கு வந்து n number ஆஃப் மூவிஸ் பார்த்தா, இஃப் ஐ ஹவ் டன் 16 ஃபில்ம்ஸ், ரேஷியோ பார்த்தா 14 ஆர் சூப்பர் ஹிட் மலையாளமில். ஸோ எனக்கு வந்து இது வந்து ஒரு சூப்பர் ஹிட் ஸ்தலம் ஆனால் சொல்லலாம். ஸோ ஐ ஹோப் இட் ஜஸ்ட் ஸ்ப்ரெட்ஸ் குட் வைப்ஸ். எனக்கு வந்து போலீஸ் கேரக்டர் நான் பண்ணதில்லை மலையாளமில். ஸோ ஐ வாண்டட் டு மலையாளத்தில் பண்ணிருக்கீங்க, மற்ற லாங்குவேஜில் பண்ணிருக்கீங்களா? இல்லை, ஒரே ஒரு லாங்குவேஜ், அது கன்னடாவில் பண்ணிருக்கோம். அது ஒரு ஹீரோயின் சென்ட்ரிக் ஃபிலிம் இருந்தது. இது வந்து ஹீரோயின் சென்ட்ரிக் கிடையாது, இட்ஸ் மல்டி ஸ்டாரர் ஃபிலிம். ஸோ இதில் வந்து ஒரு ஸ்ட்ராங் ரோலில் பண்ணி ஒரு சீரியஸ் ரோல் பண்ணுறது ஒரு வேறு ஃபீலிங் இருக்குது. ஸோ இட்ஸ் அ டிஃப்ரெண்ட் ஃபில்ம். நான் வந்து எப்போவும் பார்த்தா நிறைய படங்கள்லாம் சூப்பர் ஸ்டார்ஸோட பண்ணியிருக்கேன் ஆஸ் அ ஹீரோயின். ஸோ இது வந்து ஒரு சோலோ ரோலா, மெயின் தான், எல்லாருமே இதில் மெயின் தான். இந்த மாதிரி ஒரு ஸ்கிரிப்ட்ல
நீங்க யார் மெயினா நான் சொல்லவே முடியாது பிகாஸ் எவ்ரிபடி ஹேஸ் their own importance in the film. ஸ்டோரி நரேஷன் வந்து என்னோட கேரக்டர் இருந்து போகும் பார்க்கும்போது. ஸோ பட் எவ்ரிபடி ஹேஸ் their own importance in the film. கனெக்ஷன்ஸ் எல்லா செயின். ஸோ அந்த மாதிரி ஒரு ஸ்கிரிப்ட் இருக்கும்போது எனக்கு டிஎன்ஏ வந்துருச்சு. எனக்கு டிஎன்ஏ வரும்போது அங்கேயும் கொஞ்சம் டேட்ஸ் கிளாஷ் ஆகிட்டு இருந்தது. ஆனால் எப்படியோ டைரக்டர் சார் மேனேஜ் பண்ண, இல்லைன்னா 7th இயர் போயிருக்கும் அது. ஸோ I've always been around South. மலையாளம் இல்லைன்னா நான் தமிழில் பண்ணிட்டு இருப்பேன், தமிழ் இல்லைன்னா தெலுங்குல பண்ணிட்டு இருப்பேன், தெலுங்கு இல்லைன்னா நான் கன்னடாவில் பண்ணிட்டு இருப்பேன். ஸோ I have been around in 4 languages. நீங்க பிஸி தான், நீங்க பிஸி தான். ஆமா. ஸோ எனக்கு வந்து ஐ நெவர் ஃபெல்ட் நான் இவ்வளோ கேப் கொடுத்துருக்கேன். எனக்கு வந்து அப்போ யாரும் ஒரு மீடியா ரிப்போர்ட்டர் கேட்கும்போது ஓ 6 years ஆச்சா அந்த மாதிரி இருந்தது எனக்கு. ஸோ த லாஸ்ட் நான் வந்து பண்ணது வந்து ஒரு குட்டநாடன் பிளாக் மம்முக்காவோட. ஸோ அது லாஸ்ட் இருந்தது. எனக்கு டைம் இஸ் ஸோ ஃபாஸ்ட், எனக்கு தெரியவே இல்லை 6 years ஆச்சு. ലാസ്റ്റ് കുട്ടനാട് കുട്ടനാടൻ ബ്ലോഗ് ഐ തിങ്ക് യാ. ഇതിനിടയിൽ കൊറോണയൊക്കെ വന്ന് പോയില്ലേ, പടമില്ലായിരുന്നു. അങ്ങനെ ഒരു 3 വർഷം കളയല്ലേ. கொரோனா 3 years போச்சு. ஸோ 3 years டிஸ்கவுண்ட். அதனால தான் சொல்றேன் 3 years யாருமே கவுண்டே பண்ணல. അത് ഡിസ്കൗണ്ട് தான். എക്സാക്ട്ലി. സോ ടെക്നിക്കലി 3 years. യെസ് യെസ്, അത് കറക്റ്റാണ് കേട്ടോ. അല്ല ഇപ്പോൾ പറഞ്ഞതിൽ ഒരു പോയിന്റ് നമുക്ക് മനസ്സിലാകേണ്ടത്, വന്ന് ചെയ്താൽ പോരാ, അത് നല്ല ക്യാരക്ടറാണ്. ഒത്തിരി സ്ക്രിപ്റ്റ് കേട്ടു എന്ന് പറയുമ്പോൾ വരുന്നത് നല്ല ക്യാരക്ടറാണ്. നമ്മൾ കാത്തിരുന്നപ്പം നല്ല സ്ക്രിപ്റ്റ് കിട്ടി, DNA കിട്ടിയെന്ന് പറയുന്നു. നമ്മുടെ ഭാഗ്യം കൂടെ. അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അത് മമ്മൂക്കാടെ കൂടെ എത്രയോ സിനിമകളാണെന്ന് ആലോചിക്കണം. കൂടുതലും മമ്മൂക്കാടെ കൂടെയാണ്. സന്തോഷം. പിന്നെ അത് അല്ല, എനിക്ക് പറഞ്ഞു ആദ്യത്തെ ദിവസം വന്ന ലുക്ക് മമ്മൂക്ക തന്നെയാന്നാ പറഞ്ഞത്. എന്റെ ഇതിലൊക്കെ ഒരു ഷോട്ടില് ഞാൻ വരുവാ, அந்த ஷோட்டு அந்த காலேஜ் இல்ல நான் நடந்து வந்துட்டே இருக்கேன். தமிழ்ல பேசுறேன். நடந்து வந்துட்டே இருக்க இவரு இர்ஷாது கூட கோர்ஸ் நம்ம இர்ஷாது இவரு பார்த்துட்டு சிரிச்சுட்டே இருக்க. ஷோட்ல ஆக்ஷன் சொல்லிட்டு இருக்கு, நம்ம எப்படி நடிக்கிறது, மேடம் வந்து சிரிச்சுட்டு நாங்க பார்த்துட்டு இருக்கோம். எவ்வளோ இவங்க சீரியஸ் ஆக்டிங், ഭയങ്കര സീരിയസ്. ഒരു മെയിൻ സീനാണ് ഞാൻ വന്നോണ്ടിരിക്കുക. ഭയങ്കര സ്റ്റൈലിൽ വന്നോണ്ടിരിക്കുക. അപ്പൊ പറഞ്ഞ് ഇവര് സിരിച്ചിട്ട് ഇരിക്കാറ്, ഇർഷാദ് കയ്യിന്ന് പോയി. എന്ത് എന്ത് അസൽ മമ്മൂട്ടി തന്നെ പോലെ ഉണ്ട്. ഞാൻ പിന്നെ എന്ത് ചെയ്ത് അടുത്ത ഷോട്ടില് ചെരിച്ച് ലാലേട്ടർ പിടിച്ചത് ചെരിച്ചിട്ട് നടന്നത്. അത് ഓക്കെ. അന്നെ ഉണ്ടായത്, അന്നേക്കൊന്നും മനസ്സിലായത് എന്ത് എല്ലാവരും ചിരിക്കുന്നു, എല്ലാവരും ചിരിക്കുന്നു. മനസ്സിലായില്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ഇവരെല്ലാവരും ചിരിക്കുന്നത് വെൻ ഹി വാക്സ്. മമ്മൂക്ക സാർ നടക്കുന്നതുകൊണ്ട് തന്നെ ഈസ് വാക്കിംഗ്. സോ അതുകൊണ്ട് പിന്നെ പുള്ളി സ്റ്റൈൽ മാറി അതാണ് കറക്റ്റ് ആയത്. ഇപ്പോഴാണ് കറക്റ്റ് ആയത്. ഇല്ല, ഇടയ്ക്ക് സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് മുടി പിടിക്കുന്നതും ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ അറിയാണ്ട് പോകുന്നുണ്ട്. ഐ ഡോണ്ട് നോ, ഇപ്പം കോൺഷ്യസ്ലി ഇങ്ങനെ ഇരിക്കുന്നതായിരിക്കും. പക്ഷെ അല്ലാണ്ട് റിയൽ ലൈഫിൽ സംസാരിക്കുമ്പോൾ പലപ്പോഴും പല ഗസ്റ്റേഴ്സും മമ്മൂട്ടി സാർ ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ്. അല്ലേ, മമ്മൂക്കാടെ എല്ലാ സംഭവങ്ങളും കിട്ടിയത് ശരിക്കും നിങ്ങൾക്കാണ്. ദുൽഖറിനും കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ അന്നത്തെ ആ സിനിമ വിട്ടുപിടിക്കാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. നടക്കുന്നില്ല. നടക്കും, ഈ പടം കാണുമ്പോൾ അറിയാതെ. അല്ല, മമ്മൂക്ക എന്തെങ്കിലും പറഞ്ഞിരുന്നു? അന്ന് കുറെ വാർത്തകൾ നിറഞ്ഞിരുന്നല്ലോ. അപ്പൊ മമ്മൂക്ക എന്തെങ്കിലും പറഞ്ഞിരുന്നു? എന്നോട് മറ്റേ DNA ഫുൾ ഫോം ചോദിച്ചു. എനിക്ക് അത് മാത്രം ഓർമ്മ. അതിന്റെ പടം എന്തായി? അതിന്റെ പടം എന്തായി? DNA ഫുൾ ഫോം എന്താ? അല്ലാ പെട്ടില്ലേ? ഞാൻ പുള്ളിയുടെ ഫുൾ ഫോം ഒക്കെ പറഞ്ഞ് ഞാൻ അതിന് പറഞ്ഞു. അതാണ് ഇപ്പൊ പറഞ്ഞത്. DNA കറക്റ്റ് ആയത് ഇതാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളല്ല, ബ്ലഡ് സംഭവങ്ങളല്ല. അതുണ്ടാകണമല്ലോ. നമ്മള് ജനിച്ചപ്പോ തൊട്ട് ഇങ്ങനെ ആകണം അല്ലേ, ഇങ്ങനെ ആകണം എന്നല്ലോ. DNA ഫുൾ ഫോം എന്നാ? ഡിയോക്സിറൈബോ ന്യൂക്ലിക് ആസിഡ്. കളി എന്നോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞ് മമ്മൂക്ക പഠിപ്പിച്ചു തന്നു. പഠിപ്പിച്ചു തന്നാലും അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് ഇപ്പൊ എവിടെ ചോദിച്ചാലും പറയാൻ പറ്റും. ന്യൂക്ലിക് ആസിഡ്. ഇന്ന് ഓഡിയോ ലോഞ്ചിൽ ഒന്ന് പെടും. ഓഡിയോ ലോഞ്ചിൽ ഒന്ന് പെടും. ഇത് തന്നെ ചോദിക്കാൻ പറയാം അവിടെ. അല്ല, നമ്മള് മൂന്ന് സിനിമയ്ക്ക് 3 രീതിക്ക് നമ്മൾ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് അല്ലേ? അല്ല, ഇപ്പൊ നമ്മൾ വീണ്ടും നല്ലൊരു സിനിമയുടെ ഭാഗമായി വന്നിരിക്കുന്നു അല്ലെ? നമ്മളൊക്കെ എനിക്ക് തോന്നുന്നു അതിനൊക്കെ സിനിമ കണ്ടു വളർന്നതാണ് അല്ലേ? എത്രയോ സിനിമകൾ കണ്ടു വളർന്നതാണ്. അപ്പോൾ അവരുടെയൊക്കെ കൂടെ അഭിനയിക്കാൻ കിട്ടുന്ന ഒരു ഭാഗ്യം വലുതാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യ കണ്ടുമുട്ടൽ?
എനിക്ക് റായ് മാഡത്തിന് ഞാൻ ടെലിംഗ് ഇറ്റ് ഓക്കെ ഞാനിപ്പം കണ്ടപ്പം ഞാൻ സ്കൂളിൽ എന്റെ ഹൈസ്കൂൾ സമയത്ത് മറ്റേ ചന്ദാമാമ പാട്ടില്ലേ ഐ ലവ് ദറ്റ് സോങ് എപ്പോഴും പാടിക്കൊണ്ട് നടക്കുമായിരുന്നു ആൻഡ് ഐ യൂസ് ടു വാച്ച് ദറ്റ് സോങ് നോട്ട് ജസ്റ്റ് ബിക്കോസ് ഐ ലവ് ദറ്റ് മൂവി ബട്ട് ഓൾസോ ടു വാച്ച് ഹെർ ബിക്കോസ് ഷീ ഹാസ് ദാറ്റ് ഓറ ഓൺ സ്ക്രീൻ കാണുമ്പോൾ നമ്മളെല്ലാവരും നല്ല രസത്തിൽ നോക്കിയിരിക്കും സോ ഐ ലവ് ബാക്കി കുറേ മൂവീസ് ഇഷ്ടമാണ് ബട്ട് മേ ബി എനിക്ക് മൂവിയോടും ആ സോങ്ങിനോടും ഇഷ്ടമുണ്ടായിരിക്കണം റോക്ക് ആൻഡ് റോളിൽ ഐ ലവ്ഡ് വാച്ചിങ് ഹർ ആ ഒരു നോട്ട് വാട്ട് വാസ് ഇറ്റ് ഒരു ഫീൽഡ് പോലത്തെ സ്ഥലത്തൊക്കെ നിന്നല്ലേ ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ എനിക്ക് അതിനോട് പ്രത്യേക ആൻഡ് ഐ സ്റ്റിൽ റിമെമ്പർ ലൂപ്പിൽ ആ പാട്ട് കേൾക്കും ടി വി ചാനൽസിൽ എപ്പോൾ വന്നാലും അത് നമുക്ക് പോസ് ചെയ്തിട്ട് ലൈക്ക് ഐ വാച്ച് ദാറ്റ് ഐ യൂസ് ടു വാച്ച് ദാറ്റ് സോ ആഫ്റ്റർ ഓൾ ദീസ് ഇയേഴ്സ് അന്നേരം ഞാൻ ചിന്തിക്കുന്നുണ്ടോ വൺ ഡേ ഐ വിൽ ബി ഏബിൾ ടു മീറ്റ് ഹർ ഓർ വർക്ക് വിത്ത് ഹർ ചിന്തിക്കുന്നില്ല സോ ഇറ്റ് ഇസ് ലക്ക് കിസ്മത്ത് സോ വർഷങ്ങൾക്ക് ശേഷമായി മീറ്റിംഗ് ഹർ സോ ദ ഫസ്റ്റ് ഡേ വെൻ ഐ മെറ്റ് ഷി വാസ് ഇൻ പോലീസ് യൂണിഫോം ഷോർട്ടിന്റെ സമയത്ത് ഐ ഗ്രീറ്റഡ് ഹെർ ആൻഡ് ദ തിങ് ഇസ് നമുക്ക് ഒരാളുടെ ഭയങ്കര ഫാസിനേഷൻ ഉണ്ട് അഡ്മിറേഷൻ ഉണ്ടാവും നമ്മൾ കണ്ടൊരാളെ കാണുമ്പം കൂടുതലും സംസാരിക്കാൻ തോന്നത്തില്ല വി ജസ്റ്റ് അഡ്മയർ ദറ്റ് പേഴ്സൺ ദാറ്റ്സ് ഇറ്റ് സോ ഐ ടോൾഡ് ഹർ ഓൾസോ ദാറ്റ് ഐ അഡ്മയർ ഹെർ എന്നുള്ളത് സോ ഐ ഫീൽ ലക്കി ആൻഡ് ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ദിസ് പ്രോജക്ട് പിന്നെ അഷ്കർ ആണ് റായ് മാഡത്തിന്റെ പേര് പറഞ്ഞത് അതുപോലെ തന്നെ ഈ മൂവിയിലേക്ക് എന്റെ പേര് പറഞ്ഞതും അഷ്കർ തന്നെയാണ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞ അഷ്കറും ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നു നമുക്ക് ഓരോ സാഹചര്യം ഓരോ പറയാല്ലേ നമുക്ക് സജഷൻസ് പറഞ്ഞതേ ഉള്ളൂ കാരണം നമ്മൾ സജഷൻസ് സാർ ഇങ്ങനെയാണോ അങ്ങനെയാണോ അങ്ങനെയാണ് ഹന്നാരെ പേര് പറഞ്ഞത് ഹന്ന എന്റെ നായികയായിട്ടാണ് ഞാൻ ഹന്നയൊക്കെ നമ്മളോട് നായികയായിട്ടല്ലേ പണ്ടാര് കൂമനൊക്കെ ആസിഫലി വലിയ നമ്മൾ പാവം അങ്ങനെയല്ലേ കൂമൻ സിനിമയില് വലിയ ഹീറോയിൻ ആയിട്ടിരിക്കുന്നു അപ്പൊ നമ്മുടെ നായികയായിട്ടൊക്കെ വരുമോ പഠിച്ചതിനെ ഞാൻ കൺട്രോൾ ഇങ്ങനെ പറഞ്ഞു അഷ്കറെ എന്റെ ഫോട്ടോ ചോദിച്ചിട്ടുണ്ട് എന്റെ ഫോട്ടോ ചോദിച്ചോ ഫോട്ടോ കണ്ടിട്ട് വരത്തില്ലേ ഞാൻ ഫസ്റ്റ് സെറ്റിൽ ചെന്നപ്പം ഐ വുഡ് സേ വെരി ഒരു ഹമ്പിൾ മനുഷ്യനാണ് ഇപ്പൊ അന്ന് വിഷു സദ്യ കോൺട്രവേഴ്സി ആയില്ലായിരുന്നു അപ്പൊ അന്നാണ് ഐ എം ടോക്കിംഗ് ടു ഹിം പ്രോപ്പർലി അപ്പം ഒത്തിരി എളിമയുള്ള ഒരാൾ അതായത് ഇപ്പൊ ഇത്രയും വലിയൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഇത്രയും അതിൻ്റെതായിട്ടുള്ളൊരു എന്തൊക്കെ ചാടിയിടാം എന്തൊക്കെ അഹങ്കാരം പറയാം അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിൽ ഒരാളോട് ഇന്ററാക്ട് ചെയ്യാം ബട്ട് അതൊക്കെ മാറ്റി വെച്ച് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഹമ്പിളായിട്ട് സിമ്പിളായിട്ട് ഏതൊരു ആൾക്കും റിലേറ്റ് ചെയ്യാവുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ നമുക്കും ആ ഒരു ജെന്യൂനിറ്റി ഫീൽ ചെയ്യും സോ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആണിത് സോ ഐ ഹാവ് ടു സേ അപ്പം അഷ്കറിനോട് എനിക്കും ആ ഒരു കണക്ഷൻ തോന്നി സോ ദാറ്റ് ഇസ് വൈ യു ആർ എ വെരി ജെന്യൂൻ ഇൻഡിവിജ്വൽ എല്ലാവർക്കും നമുക്ക് എന്തായിരുന്നു പ്ലീസിങ് ആണ് ആർക്കും ഇയാളോടൊരു വിരോധം തോന്നത്തില്ല സോ ദാറ്റ്സ് എ ഗുഡ് തിങ് ഗുഡ് ക്വാളിറ്റി അബൌട്ട് യു നമ്മുടെ സിനിമയിൽ നമ്മുടെ ലൈഫിൽ അങ്ങനെയാണ് കാരണം നമ്മുടെ അനുഭവങ്ങളാണ് എന്റെ അനുഭവങ്ങളാണ് നമ്മൾ ഇത്ര വർഷം കഷ്ടപ്പെട്ട അല്ലെ സിനിമ എന്താണ് അല്ലെങ്കിൽ ഇതിന് പുറകെ നടന്നുകൊണ്ട് അനുഭവത്തിലൂടെ നമുക്ക് ജീവിക്കാം അല്ലെ ഓരോ അനുഭവങ്ങളല്ല ഓരോ ഇത് പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ അത് തരണം ചെയ്ത് പോകും ഇത്രേ ഉള്ളൂ ഇത് ലൈഫ് ഇത്രയാണ് ഇതാണ് അല്ല നമ്മളെന്ത് ചാടുകയാണെങ്കിൽ എൻ്റെ ഞാനിപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു സിനിമ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിട്ട് ഒരു കാര്യമില്ല ഇപ്പം ഒരു ഇന്റർവ്യൂവിൽ വലിയൊരു ആർട്ടിസ്റ്റ് പറയുന്നത് കേട്ട് 2-3 ആർട്ടിസ്റ്റ് എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയ കാര്യം ഞങ്ങൾ സിനിമ ബാക്ക്ഗ്രൗണ്ടില്ല ഒറ്റക്ക് പോരാടിയവനാണ് ഞാൻ ഒറ്റയ്ക്ക് വഴിവെട്ടി തെളിച്ച് വന്നവനാണ് അതല്ല ഞാൻ പറഞ്ഞ ഒറ്റക്ക് വഴിവെട്ടി തെളിച്ച് വന്നവനാണ് ഞാൻ ഒറ്റയ്ക്കേ ഉള്ള എല്ലാവരും അല്ല സിനിമ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ഒരു കാര്യമില്ല എനിക്ക് കഴിവുണ്ടോ എനിക്ക് ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാനുണ്ടോ എനിക്കൊരു പ്രൊഡ്യൂസർ സപ്പോർട്ട് ചെയ്യാനുള്ളതുകൊണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് ഞാനത് ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടാണ് അല്ലാതെ എന്നെ ആരും സിനിമ ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് ചെയ്യാനോ അല്ല ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് എൻ്റെ മമ്മൂട്ടി ഉണ്ടെന്ന് ഞാൻ തെളിഞ്ഞിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ ഈ ആക്ഷൻ കട്ടിലെ പരിപാടികളുണ്ടല്ലോ അതിന് നമ്മൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ആരെങ്കിലും അക്സെപ്റ്റ് ചെയ്യും അല്ല മമ്മൂക്ക ഇപ്പോഴും എന്റെ അവസാന ശ്വാസം വരെ സിനിമയാന്ന് പറയുന്നത് അതാണ് ഏറ്റവും വലിയ നമ്മൾ മനസ്സിലാക്കി ഡെഡിക്കേഷനാണ് അദ്ദേഹം പറഞ്ഞില്ല ആക്ഷൻ കട്ടിലാണ് എന്റെ പരിപാടി ഡെഡിക്കേഷൻ നമ്മൾ അതിനുവേണ്ടി കഷ്ടപ്പെടുക അല്ല നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഇന്ന ആളെന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് തെളിഞ്ഞിരുന്നിട്ട് കാര്യമില്ല നമ്മൾ കഷ്ടപ്പെടുക അല്ല ഞാൻ സിനിമ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവനാണ് എന്നും പറഞ്ഞിരുന്നു ഞാൻ ചാടിക്കയറി ആക്ഷൻ പറയും ഞാൻ അഭിനയിക്കും ആക്ഷൻ കട്ടിനോടുള്ള പരിപാടികളാണല്ലോ നമ്മൾ കഷ്ടപ്പാടുകൾ പറയും തോറും നമുക്ക് എത്തിപ്പറ്റാതെ വന്നതിന്റെ ഒരു ഫീലിങ്സ് ഉണ്ടായിട്ടില്ലേ ഒരുപാട് എത്തിപ്പെടാതെ പറ്റും ഒരുപാട് ഫീലിങ്സ് ഉണ്ടായിട്ട് ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടായിട്ടാവും അതിന്റെ ഒരു മറുപടി ആയിരിക്കാം DNA അത് എൻ്റെ കഷ്ടപ്പാടുകൾ അറിഞ്ഞാൽ എന്നെ സപ്പോർട്ട് ചെയ്ത പ്രൊഡ്യൂസറാണ് KV അബ്ദുൽ നാസർ എന്ന് പറഞ്ഞ ഈ ബെൻസി പ്രൊഡക്ഷൻസിന്റെ പ്രൊഡ്യൂസർ എന്നെ മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ ഈ പറഞ്ഞ പോലെ ഒത്തിരി സങ്കടപ്പെട്ടിട്ടുണ്ടെന്ന് പറയും തോറും നമ്മൾ ഈ ദുഃഖങ്ങൾ ആരോടെങ്കിലും ഷെയർ ചെയ്യണമായിരുന്നല്ലോ അത് ആരോടാണ് അങ്ങനെ ഷെയർ ചെയ്യാൻ ഒരാളുണ്ടായിരുന്നത് ഞാൻ ഒറ്റക്കായിരിക്കും പറഞ്ഞത് ഒറ്റയ്ക്കിരുന്ന് സങ്കടങ്ങൾ പറയുന്ന ഒരാളാണ് കാരണം നമ്മുടെ വീട്ടുകാരോടോ അല്ലെങ്കിൽ വൈഫിനോടോ അല്ലെങ്കിൽ കുട്ടികളോടോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് അന്നെ നല്ല ഫ്രണ്ട്സ് ഇവരോട് നമ്മൾ എത്രത്തോളം പറയാം മറ്റുള്ളവരെ വിഷമിപ്പിക്കാനും നമുക്ക് പറ്റത്തില്ലല്ലോ ഞാൻ പ്രൊഡ്യൂസറോട് പറഞ്ഞിട്ടുണ്ട് സങ്കടങ്ങൾ പറഞ്ഞിട്ടുണ്ട് സാറിനോട് പറഞ്ഞിട്ടുണ്ട് പ്രൊഡ്യൂസർ സാറിനോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഡയറക്ടറോട് പറഞ്ഞിട്ടുണ്ട് ഈ പ്രോജക്റ്റ് നടന്നേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞാനില്ല
എന്നുള്ള രീതിയിൽ ഞാൻ പ്രൊഡ്യൂസറോട് പറഞ്ഞിട്ടുണ്ട്, ഡയറക്ടറോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തവരൊക്കെ തന്നെ. ഇടയ്ക്കൊക്കെ ഷൂട്ട് നിൽക്കുന്നു, അത് പിന്നെ തുടങ്ങുന്നു. ആ സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു അസ്കർ ഒത്തിരി മാനസികമായിട്ട് തകർന്നിരുന്നു. ഇടയ്ക്ക് നിൽക്കുന്നു അല്ലേ, ഇടയ്ക്ക് ഡ്രോപ്പായി പോകുന്നു, അതിൻ്റെ സിനിമയല്ലേ. പക്ഷേ അതൊക്കെ മാറി. കാരണം പ്രൊഡ്യൂസർ സപ്പോർട്ട് ചെയ്തു, അത്രേ ഉള്ളൂ. ഈ പടത്തിന് വേണ്ടി പ്രൊഡ്യൂസർ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അതേ ഒരു നല്ലൊരു മനുഷ്യനാണ്. ഞാൻ എപ്പോഴും എവിടെ വേണമെങ്കിലും പറയാം, എനിക്ക് അതിനൊരു ഇതുമില്ല. കാരണം എനിക്ക് അങ്ങനെ ഇല്ലെങ്കിൽ ഞാനില്ല. ഈ സിനിമയിലേക്ക് വരുന്ന സമയത്ത് മമ്മൂക്കായുടെ അടുത്ത് പറഞ്ഞിരുന്നു ഞാൻ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞു, തുടക്കത്തിൽ പറഞ്ഞിരുന്നു. അത് ഡയറക്ടർ സാറാ പറഞ്ഞു, ടി സുരേഷ് ബാബു സാറാ പറഞ്ഞു, അഷ്കറിനെ വെച്ച് ഞാൻ പടം ചെയ്യാൻ പോകുന്നു പറഞ്ഞു. മമ്മൂക്കാനെ വെച്ച് പടം ചെയ്ത ആളാണല്ലോ, മമ്മൂക്ക ഹിറ്റ് കൊടുത്തത്. അതെ, പുള്ളി പോയി പറഞ്ഞു, അവനെ വെച്ചാണ് പടം ചെയ്യുന്നത്. എന്താ നിങ്ങൾ കാണിക്കാൻ പോകുന്നത്? പുള്ളിക്ക് ക്യൂരിയോസിറ്റി എന്താണ് DNA. എപ്പോഴും പുള്ളിയെ ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പൊ ഞാൻ ചെല്ലുമ്പോഴും അദ്ദേഹം പറഞ്ഞ DNA എന്തായി, കഴിഞ്ഞില്ലേ, ഷൂട്ട് കഴിഞ്ഞില്ലേ, ഇത്ര ദിവസമായാലും എന്താ പരിപാടി? അതൊരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ എന്താണ്. അതായത് നമ്മൾക്കും ഇതിന്റെ ഔട്ട് വരുമ്പോൾ എല്ലാവരും പ്രേക്ഷകർ. ആ ഷൂട്ടിന്റെ സമയത്തൊക്കെയാന്ന് എനിക്ക് തോന്നുന്നു ഉമ്മ മരിച്ചത്. ഉമ്മ മരിച്ച സമയം അസ്കർ എന്ന് വരുന്നത് ഞാൻ ഉമ്മ മരിച്ച സമയത്താണ്, ഷൂട്ടിന്റെ സമയത്ത് നിന്നാണ് അസ്കർ വരുന്നവരെ ലൊക്കേഷൻ വരികയൊക്കെ ചെയ്തത്. എന്തായാലും എന്ത് പറഞ്ഞാലും ഈ നേരത്തെ പറഞ്ഞാണ്, നമ്മൾ സ്വയം പോയാൽ നമുക്ക് അഭിനയിക്കാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ എന്തുണ്ടോ അത് വരും. അതൊരു സമയം തരും. ആ സമയം ആണിപ്പോ, ആ സമയം ആകണം. DNA നിൽക്കുകയാണ് അല്ലെ. ഇനി ഇത് കഴിഞ്ഞിട്ടാണ് അടുത്ത സിനിമയിലേക്കുള്ള യാത്ര. ഇപ്പൊ ഞാൻ ഓൾറെഡി ഈ പ്രൊഡക്ഷന് 3 പടം കഴിഞ്ഞിട്ടുണ്ട്, 2 പടം കഴിഞ്ഞു. ഇനി അടുത്ത പടം റെഡിയാണ്. എന്റെ പ്രൊഡ്യൂസർ ഈ പ്രൊഡ്യൂസർ ദത്തെടുത്തേക്കാണ്, അതല്ല അങ്ങോട്ട് എടുത്തേക്കാണ്, അടുത്തേക്കാണ്. അതൊരു നമ്മൾ തൃശ്ശൂരൊക്കെ എടുത്ത പോലെ അഷ്കർ സവാനെ ബെൻസി പ്രൊഡക്ഷൻ എടുത്തേക്കാണ്. സുരേഷ് ഗോപി എടുത്ത പോലെ അസ്കറിനെ ബെൻസി പ്രൊഡക്ഷൻ എടുത്തേക്കാണ്. അങ്ങ് കൊടുത്തു, കൊടുത്തു. എന്തായാലും നല്ല സിനിമകളാകട്ടെ. നമുക്ക് അസ്കറിന്റെ കഷ്ടപ്പാടുകൾ ഒത്തിരി അറിയാവുന്ന ഒരു വ്യക്തിയും കൂടെ പേഴ്സണലി എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും ചോദിച്ചത്. ആ കഷ്ടപ്പാടിൽ ഫലം കാണാൻ വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അതിപ്പോൾ തുടർച്ച സിനിമകൾ വരട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇതിലെ കഥാപാത്രത്തിന്റെ പേര്? എന്റെ ഇതിനകത്ത് പേര് ഇത് തന്നെയാണ്, ഹന്ന തന്നെ. എൻ്റെ അകത്ത് ഹന്ന അലക്സാണ്ടർ തന്നെ, റേഡിയോ ജോക്കി ആയിട്ട് തന്നെ. അഷ്കറിന്റെ ഒരു ലവ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള. സോ ഒത്തിരി ഇപ്പം ഹൈദരലിക്ക സംസാരിക്കുന്നില്ലേ, സ്പോണ്ടേനിയസ് ആവുന്നത്. എനിക്ക് ആ കഴിവില്ല, പക്ഷേ ഹന്ന അലക്സാണ്ടർ സ്പോണ്ടേനിയസ് ആവണമായിരുന്നു. സോ അതിനുവേണ്ടി ഞങ്ങൾക്ക് കുറച്ച് ട്രെയിനിങ് ഉണ്ടായിരുന്നു, എങ്ങനെയാണ് ഒരു ആർജെ എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ ഉള്ള രീതിയിൽ. സോ അങ്ങനെ ഒരു പോകുന്ന ഒരു വ്യത്യാസം കാണുന്നുണ്ട് ഇപ്പൊ കേട്ടോ. ആദ്യം ഇന്റർവ്യൂ മിണ്ടത്തില്ല, ഇപ്പൊ നല്ല ഫാസ്റ്റ് ആണ്, അതെനിക്ക് കാണുന്നുണ്ട്. അതെനിക്ക് കിട്ടുന്നുണ്ട് ഇപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടർ അല്ലേ. അതെവിടെ ട്രെയിനിങ് ചെയ്തു? ട്രെയിനിങ് ഒന്നുമില്ല, ഞങ്ങൾ രണ്ടും കൂടെ വരും. ഞങ്ങള് മൈക്ക് ഓണാക്കും. സംസാരിക്കുന്നത് 91.8 ലക്ഷ്മി സാധനങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. ട്രെയിനിങ് സെഷൻ ആയിരുന്നു. ഇപ്പൊ നേരത്തെ പറഞ്ഞത് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതായിരുന്നു പറഞ്ഞത്? ഇഷ്ടം. രണ്ടിലെയും പാട്. ഇതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്. ഓ മാമ മാമ ചന്ദമാമ, ഓ മാമ ചന്ദമാമ, ഞാനൻ ജനലരികിൽ നിൽപ്പോ നിന്റെ മുഖമഴക് നോക്കിയോരോ. വാട്ട് വാസ് ഇറ്റ്? ബാക്കി അറിയില്ല, മറന്നുപോയി. இந்த சாங் கேட்டப்போ உங்களுக்கு நஸ்டாலஜி இருக்குல்ல? சொல்லுங்க. அந்த சின்ன குழந்தைல இருந்து நியூ பார்ன் பேபிஸ்ல இருந்து எனக்கு என்னோட பேரே மறந்துட்டேங்க. அந்த அதில் சந்தமாமான்னு சொல்லிட்டு இருந்தாங்க. எப்போ எங்கே பார்த்தாலும் எந்த இனாக்ரேஷன் இல்லைன்னா பப்ளிக் அப்பியரன்ஸில் பார்த்தா எல்லா குழந்தைங்களும் சந்தமாமான்னு சொல்லுவேன். ஸோ தட் வாஸ் அன் ஹாப்பினஸ். யூனோ ஒரு ரெக்கக்னைசேஷன், உங்களுக்கு ஒரு பேர்ல இருந்து ஒரு ரெக்கக்னைசேஷன் வரும், ஒரு படத்துல இருந்து ஒரு ரெக்கக்னைசேஷன் வரும். எனக்கு வந்து ஒரு படத்துல இருந்து ஒரு படம் வந்து அவ்வளோ இம்பேக்ட் கொடுத்துருக்கு. ராக் அண்ட் ரோல், லாலேட்டனோட படம் என்னோட ஃபர்ஸ்ட் படம். ஸோ இட் வாஸ் அ வெரி பிக் ஹிட் ஃபார் மீ. எனக்கு வந்து அப்போது வந்து நான் வந்து மலையாளம் இண்டஸ்ட்ரி ஒரு ஃபர்ஸ்ட் படம் பண்ணுறது ஒரு மைண்ட் செட் என்ன இருந்தது, எல்லா இடத்துலையும் நான் ஒரு படம் பண்ணியிருக்கேன், ஒரு நல்ல படம் இப்போது சூப்பர் ஸ்டாரோட வந்திருக்கு, நாங்கள் பண்ணலாம், அந்த மாதிரி யோசிச்சுட்டு தான் நான் பண்ணியிருந்தேன். பட் த அமௌண்ட் ஆஃப் லவ், த அமௌண்ட் ஆஃப் சப்போர்ட் எனக்கு இங்கே இருந்து மலையாளம் இண்டஸ்ட்ரியிலேருந்து வந்துருச்சு. எனக்கு வந்து எங்கேயும் அந்த மாதிரி ஒரு பர்சனல் ஃபீலிங் கிடைக்கல. ஸோ அந்த சந்தமாமா சாங் தனியாக நின்றுடுச்சு அந்த படத்தில் வந்து.
I never thought it was going to be such a huge hit, but and the value of that song was so much. அது ரிலீஸ் ஆனது அப்புறம் தான் எனக்கு அந்த வேல்யூ பற்றி தெரிஞ்சிச்சு. பட் லிட்ரலி தட் மச். இன்னைக்கு வரைக்கும் நான் எத்தனை படங்கள் பண்ணியிருக்கேன், பட் பீப்புள் ஸ்டில் ரிமெம்பர் மீ ஃபார் தட் சாங், சந்தமாமா சாங். இட்ஸ் அன் எவர்கிரீன் சாங். சில சாங் சில ஃபில்ம்ஸ் வந்து எவர்கிரீனாக இருக்கும், நீங்கள் மறக்க முடியாது. ஸோ திஸ் இஸ் ஒன் ஆஃப் தெம். ஸோ தட் ஹஸ் பீன் அ மேஜர் ரிமார்க்கபிள் ஃபில்ம் அண்ட் த சாங் ஃபார் மீ. உங்களுக்கு இன்னும் இந்த சினிமா தான் இன்னும் உள்ளில் இருக்காங்க, இந்த சினிமா சந்தமாமா இந்த சாங் தான் உங்களுக்கு இன்னும் ஓர்மை இருக்காங்க. அந்த சாங் மட்டும் இல்ல, நிறைய பயங்கரமா டான்ஸ். இந்த சாங் லாரன்ஸ் மாஸ்டர் கூட என்ன டான்ஸ் பண்ணிருக்காங்க. அதெல்லாம் வேற லாங்குவேஜ். அது வேற லாங்குவேஜ். அல்ல மலையாளம். மலையாளம்லயும் நிறைய, இப்போ அண்ணன் தம்பியும் நிறைய அதுல வந்து சட்டம்பி நாடுல செம்பதலி பூங்கல் அதுலேயும் நல்லா அதுவும் ரெக்கக்னைஸ். ஆனால் என்னோட ஃபர்ஸ்ட் படம் ஆஸ் அ ரிமார்க்கபிள் சாங் வந்து சந்தமாமா. அது வந்து எல்லா ஜென்ரேஷனுக்கு போயிருக்கு. நியூ பார்ன் கிட்ஸ், அந்த ஒரு 1 year கிட்ஸ்ல இருந்தா ஸ்கூல் கிட்ஸ்ல இருந்து காலேஜ் கிட்ஸ்ல இருந்து அடல்ட்ஸ் எல்லாருமே பார்த்துருக்காங்க. ஸோ அது ப்ளஸ் ஒரு ரொம்ப ஹம்மபிள் சாங் சந்தமாமா. ஈஸியான சாங் இல்லை, அது வந்து ஒரு வாயில வந்துடும். ஸோ அந்த மாதிரி ஒரு அன்ஃபர்கெட்டபிள் சாங்னா சந்தமாமா தான். லொக்கேஷனில் மம்முக்கா லாலட்டன் ரெண்டு கேரக்டர் தான். உங்களுக்கு எனக்கு மெமரியில் வர எந்த இருக்கு மம்முக்காக டோக் அந்த மெமரியில் இருக்கா படம் பண்ணும்போது? ஓ, 2 பேரோடவும் என்கிட்ட நிறைய மெமரிஸ் இருக்கு. பிகாஸ் 5 படம் பண்ணிருக்கேன். மெமரி என்ன, இட்ஸ் பிகம் லைக் அ ஃபேமிலி. எனக்கு வந்து எல்லா படத்துல வந்து நான் வேற ரோல் பண்ணும்போது 2 பேருமே எனக்கு நிறைய ஹெல்ப் பண்ணியிருக்காங்க. ஃபர்ஸ்ட் நான் நடிக்கும் போதெல்லாம் 2 பேருமே எனக்கு ரொம்ப ஹெல்ப்ஃபுல்லா இருந்தாங்க. அவங்க வந்து லெஜெண்ட்ஸ். அவர் கேமரா அவங்க வந்து நின்னும் போது கேமரா ஆக்ட் பண்ணோம். இவங்க அந்த மாதிரி அது பிகாஸ் இவங்க ஆக்ட் பண்ண மாட்டாங்க. இவங்க வெரி நேச்சுரலாக எஃபர்ட்லெஸ் ஆக்டர்ஸ். இவங்க நம்மளுக்கு எல்லாம் மேக்கப் பண்ணி லைன்ஸ் எல்லாம் பண்ணி அவர் முன்னாடி நிற்கும் போது நான் ஃபர்ஸ்ட் வந்து ரொம்ப நர்வஸாக இருந்தேன். பட் தே ஆர் த ஒன் எனக்கு வந்து நிறைய ட்ரிக்ஸ் எல்லாம் சொல்லி கொடுக்குறது, நிறைய எப்படி எல்லாம் பண்ணணும், மலையாளம்ல என்னென்ன பண்ணால் நல்லா இருக்கும். ஸோ இதெல்லாம் சின்ன 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 ஐடியாஸ் கொடுத்து எனக்கு வந்து ஒரு பார்ட் ஆஃப் மலையாளம் இண்டஸ்ட்ரி சேர்ந்துட்டாங்க. அண்ட் ஐ திங்க் த பிக் அப்ரிசியேஷன் அண்ட் தேங்க்ஸ் கோஸ் டு தெம். ஏன்னா அவங்க வந்து எனக்கு ஒரு மலையாள பொண்ணு மாதிரி ட்ரீட் பண்ணிருக்காங்க. மலையாளி பொண்ணு பார்பி டோல் மாதிரி இருக்கு. மலையாளி பொண்ணு தான். ஸோ அந்த மாதிரி எனக்கு என்ன சொல்றது, அந்த மாதிரி தான் எனக்கு நிறைய அஃபெக்ஷன் வந்திருக்கு. ஸோ இட்ஸ் ஆல் பிகாஸ் ஆஃப் தெம். ஸோ மம்முக்காவோட நான் ஆக்சுவலி அண்ணன் தம்பி பண்ணும்போது என்கிட்ட நிறைய லைக் மெமரிஸ் இருக்குது. நான் வந்து சீன் எல்லாம் நடக்கும்போது மம்முக்கா வந்து எப்போ பார்த்தாலும் மம்முக்காவோட செட்டில் வந்து எவ்ரி ½ an hour ஏதாவது ஒரு சாப்பிட்றதுக்கு வந்துட்டே இருக்கும். இவளுக்கு சாப்பாடு கொடு, இவளுக்கு சாப்பாடு கொடு, இவளுக்கு சாப்பாடு கொடு. இவங்க வந்து வெயிட் போடணும். அப்பத்துலேருந்து இஸ் ஆல்வேஸ் ஆஃப்டர் மை வெயிட். இல்லை இவளுக்கு கொடு. ஸோ இஸ் லிட்ரலி டேக்கன் கேர் ஆஃப் ஒரு சைல்டு மாதிரி இருக்கும்ல, அந்த மாதிரி ஒரு சாப்பிட அவங்க முன்னாடி சாப்பிட்டதே இல்லை. ஸோ அவரோட செட்ல வந்து எப்போ பார்த்தாலும் அவங்க வந்து ஃபூடி மம்முக்கா. அவருக்கு நல்லா சாப்பாடு ஸ்நாக்ஸ் வந்துட்டே இருக்கணும். அவர் கேட்க வேணாம், பயங்கர டயட்ல இருக்க சொல்லிட்டு லைட்டா அவங்க எல்லாம் சாப்பிட்டியும் இவ்வளோ நல்லா மெயின்டைன் பண்ணுவாங்க. நான் நினைச்சிட்டு இருப்பேன், நாங்க ஒரு அந்த பஜ்ஜி சாப்பிட்டா நம்மளுக்கு அடுத்த நாள் வந்து ப்ளோட்டிங் ஃபீல் வரும். அவங்க சாப்பிட்டு இப்படியே இருக்கிறாங்க. சேம் லாலேட்டன் வந்து எனக்கு நிறைய ஹெல்ப் பண்ணியிருக்காங்க. மலையாளம் லைன்ஸ் சொல்றதுக்கு எப்படி ஈஸி பண்ணணும், எப்படி ஒரு ஸ்ட்ராட்டஜியாக பண்ணணும், எனக்கு நிறைய ஈஸி பண்ணி சொல்லி கொடுத்துருக்காங்க. ஸோ ஹீஸ் ஆல்வேஸ் பீன் தட் லவ்விங் கோஸ்டார் ஆன் செட். எனக்கு நர்வஸ்னஸ் ஆனால் அடிக்கடி டேக் ரிப்பீட் ஆனாலும் எனக்கு வந்து சொல்ல இட்ஸ் ஓகே, ட்ரிங்க் வாட்டர், இட்ஸ் ஓகே, நோ ப்ராப்ளம். அந்த மாதிரி ஒரு கம்ஃபர்ட் லெவல் கொடுத்து he's just made 2 பேருமே they have different qualities. So both have their own charm. So எனக்கு வந்து when I see them now I said இவங்க இவ்வளோ down to earth இருக்காங்க. I have never seen superstars being so down to earth, so nice to their co-stars.
and people around production எப்போ பார்த்தாலும், so you get to learn so much from them, you know. So I'm one of the blessed heroines in Malayalam where I've done 5 films with Mamukka and Lalita, both same, equal. ஒரு படம் இவர்கிட்ட பண்ணா ஒரு படம் அவருக்கு பண்ண, அந்த மாதிரி இருந்தது. ஒரு ஸ்டேஜ்ல அப்படி இருந்தது. இப்போ மம்முக்கா ஆச்சா இப்போ மோகன்லால், மோகன்லால் சார் ஆச்சா இப்போ மம்முக்கா, அந்த மாதிரி போயிட்டே இருந்தது. லாலேட்டா மம்முக்கா அந்த மாதிரி. எவ்ரி இயர் இன் அ இயர் ஒரு படம் மம்முக்கா, ஒரு படம் லாலேட்டு. So I think I'm one of the luckiest heroines that I've done so many films repeatedly with Mamukka and Lalita. ലക്കി ആക്ടർ മലയാളി തന്നെയാണ്. അല്ല, ഇങ്ങനെയൊക്കെ ഒരു ഭാഗ്യം വലുതാണ് അല്ലേ? ആ സമയത്ത് ഇവരുടെ സിനിമയാണല്ലോ ഇപ്പൊ പറഞ്ഞ മമ്മൂക്ക കഴിഞ്ഞാൽ ലാലേട്ടൻ, അതിനേക്കാൾ സുന്ദരിയായിട്ട് ഇപ്പൊ ഇരിപ്പില്ലേ? അതെ, ഇപ്പോൾ നമുക്ക് ഈ സുന്ദരിയോട് നമുക്ക് അഭിനയിക്കാനും പറ്റും. ഈ സുന്ദരി മാത്രമേ 2 സുന്ദരി not aging. ஒரு டைம் வந்தது எப்போ நான் மம்முக்கா ஒரு ஐ டோன்ட் நேம் தி ஆக்டர், ஒரு ஆக்டர் எனக்கு ஃபோன் பண்ணி சொல்றாங்க, நீங்க ஒரே சூப்பர் ஸ்டார் கூட தான் நடிப்பீங்களா, நம்ம அது கீழே வர மாட்டீங்களா? நான் சொல்லிட்டேன், அப்படியெல்லாம் ஒண்ணும் இல்லை, நீங்க கூப்பிட்டா நான் வருவேன்னு சொல்லிட்டு ஒரே சூப்பர் மம்முக்கா லாலேட்டன் நம்ம கூடவும் நீங்க பண்ணலாம்ல, நீங்க ஒரே சூப்பர் ஸ்டார் கிட்ட சொன்னா நாங்க தொட மாட்டோம் உங்களுக்கு சொல்லுங்க. அந்த ஒரு லிட்ரலி அந்த மாதிரியா இருக்கு. பட் I've been lucky to do some really amazing projects with them. எங்க எப்படி மெயின்டைன் ஃபுட்டெல்லாம் எப்படி மெயின்டெனன்ஸ்? ஃபுட்டு வந்து நான் ஃபுட்டு நல்லா சாப்பிடுவேன், ஆனால் நான் நிறைய ஒர்க் அவுட் பண்ணுவேன். കേട്ടോ നല്ല വർക്ക് ഔട്ട് ഫുഡും കഴിക്കും. ஒரே மம்முக்காவோட படத்துல வந்து நான் வெயிட் போடுவேன். ஏன்னா ஏதாவது வந்துட்டே இருக்கும் சாப்பாடு. ஃபர்ஸ்ட் எனக்கு தான் கொடுப்பாங்க, அவளுக்கு கொடு அவ வெயிட் போடணும், நம்ம என்னோட வைஃப் மாதிரி தெரியணும், வெயிட் போடு லிட்ரலி அந்த மாதிரி. இந்த மாதிரி ஒரு குட்டநாடன் ப்ளாக்லயோ அப்படிதான் ஆயிடுச்சு. நான் கொஞ்சம் ஒல்லே ஆயிட்டேன். என்ன லக்ஷ்மி ராய் இது, பழைய லக்ஷ்மி ராய் மாதிரி வா போ. அதான் லிட்ரலி மம்முக்கா இப்படி சொல்லியிருக்காங்க எனக்கு. அண்ணன் தம்பி லக்ஷ்மி ராய், ஒரு குட்டநாடன் லக்ஷ்மி ராய், ரெண்டு செட்டமே நாட்டிலேயும் இப்படியா இருந்தது. யார் எந்த ப்ரொடக்ஷன் மெயின் ஹெட் எக்ஸிக்யூட்டிவ் கூப்பிட்டு ஃபர்ஸ்ட் சாப்பாடு செட்டில் வந்தா அவருக்கு கொடுக்கணும். அந்த மாதிரி லிட்ரலி செப்பரேட் டிஃபன் பாக்ஸ் வந்துட்டு இருந்தது. எல்லாம் ஸ்வீட்ஸு, அந்த பனானாவோட உங்களோட டிஷ் இருக்குல்ல, பனானா ஃப்ரை, அது வந்து அது எல்லாமே, அந்த கோகனட், அந்த வாட் யூ சே இந்த லீஃப் അട അത് വേറെ പേര് പറയും. ഷൈൻ ടോം ചൊക്കെയാണ് പറഞ്ഞത്, ഞാൻ പറയാം. அது வந்து கொடுத்து இது ரொம்ப ஹெல்தி சாப்பிட்டு. അല്ല, അന്നും ഈ സാധനങ്ങൾ ഈ അടയൊക്കെ അന്ന് ഫേമസ്. പക്ഷെ അന്നൊക്കെ അട കഴിക്കുമ്പോ ഒരു എണ്ണം ഉണ്ടായിരുന്നുള്ളൂ. പ്രൊഡ്യൂസറിനെ നോക്കി എത്തി എത്ര എടുത്തു എന്ന് പറഞ്ഞത്. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലല്ലോ. പക്ഷെ ഭയങ്കര എക്സ്പീരിയൻസ് അവിടെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കേട്ടോണ്ടിരിക്കാൻ തന്നെ. പേര് ഞാൻ പറയട്ടെ, നമ്മുടെ ലൊക്കേഷൻ വത്സൻ എന്നാണ് പറയാറ് അല്ലേ? അങ്ങനെയാണ് സിനിമ, നമ്മുടെ മലയാള സിനിമയിൽ അങ്ങനെ. I love Kerala food. പിന്നെ എണ്ണ ഇങ്ക തന്നെ നില്ലുങ്ക நல்ல நல்ல ஃபிலிம் இங்க நின்னா அவ்வளவுதான், இவ்வளவு பெருசா ரிலீஸ் ஆனதுக்கு அப்புறம் வேற லெவல் அது இருக்கு. நான் இங்க தான். உங்களுக்கு மம்முட்டி லாலட்டன் கூட நடிக்கணும்னு ஆഗ്രഹம் இருக்கு. Of course. நான் வந்து அவர் இன் ஹவுஸ் என்னது பேரு இன் ஹவுஸ், இப்போ இவங்க கம்பெனி ஸ்டார் எப்படி, இப்போ இவங்க கம்பெனி ஆர்டிஸ்ட், பென்சி ப்ரொடக்ஷன் கம்பெனி ஆர்டிஸ்ட். அதே மாதிரி எனக்கு மாச சம்பளம் எப்போ அந்த மாதிரி. பிகாஸ் மம்முக்காவோட நடிக்கணும்னா நான் வந்து மம்முக்காவோட வைஃப் தான் இருப்பேன் எல்லா படத்துலயும். மம்முக்காக்கும் கம்பெனி இருக்கு, மம்முட்டி கம்பெனி ப்ரொடக்ஷன் இருக்கு, அது இருக்கு. ஆனா அவங்க என்ன எங்களுக்கு எல்லாம் ப்ரொடக்ஷன் அவங்க பண்ணும்போது ப்ரொடக்ஷன் ஆரம்பிக்க போறீங்க, நான் வந்து ஒரு கேரக்டர் பண்றேன். கண்டிப்பா கம்பெனி நீங்க ராயலட்சுமி லாயல்டி அங்க இருக்கு இங்க எப்படி நடக்கும்? இங்க ராயல்டி, அங்க லாயல்டி இல்ல, ഇങ്ങനെയൊന്നും ഇല്ല. அப்படியா? എന്തായാലും ഇതൊക്കെയാണ് ഒരു എക്സ്പീരിയൻസ് അല്ലേ നമുക്ക്. ஒரு படம் இவங்க மம்முக்கா நான் இருக்கணும், அந்த மாதிரி இப்படி இருக்கு. அതൊന്ന് ആലോചിക്കാൻ നോട്ടോ. மம்முக்கா வந்து எப்போ மம்முக்காவோட நான் ஒரே ஒரு கேரக்டர்ஸ் பார்த்தா ஒரு படத்துல வந்து நான் வந்து வைஃப் ரோல், கேர்ள் ஃப்ரெண்ட் டு வைஃப் ரோல், இல்லைன்னா லிட்டில் ஏஜ்ட் வைஃப் ரோல் வித் குழந்தை, அந்த மாதிரி தான் மம்முக்காவோட ஸ்கிரிப்ட்ஸே வேற இருக்கும்.
லாலேட்டனோட நான் கேர்ள் ஃப்ரெண்ட் பண்ணியிருக்கேன், லவ் இன்ட்ரெஸ்ட் பண்ணியிருக்கேன், கேசினோவால மாடர்ன் அல்ட்ரா மாடர்ன் கேரக்டர்ஸ் பண்ணியிருக்கேன், ட்வின் கேரக்டர் பிரியதர்ஷன் சாரோட படத்துல வந்து அதோட ரொம்ப பெரிய டைட்டில் வந்து ட்வின்ஸா. ஸோ நிறைய வேற வேற கேரக்டர்ஸ் பண்ணியிருக்கேன். மம்முக்காவோட படத்துல வந்து நான் எப்போ ஒரு வைஃப் தான். எந்த ஸ்கிரிப்ட் இருந்தாலும் நான் வைஃப். படத்துல வைஃப், லாலேட்டன் படத்துல லவ் கேர்ள் ஃப்ரெண்ட், லவ் இன்ட்ரெஸ்ட். ஸோ அவர்கிட்ட யங் இங்க போஸ்ட் மேரிட் அங்க ரிலேஷன்ஷிப் அந்த மாதிரி அந்த കോമ്പിനേഷൻ. അല്ല എന്തായാലും നമുക്ക് ഈ പറഞ്ഞ പോലെ മമ്മൂക്കാടെ ലാലേട്ടനും കൂടെ 5 ബാലൻസ് ചെയ്ത് സിനിമ അഭിനയിച്ചിട്ട് 6 വർഷത്തെ ഗ്യാപ്പില്ല, 3 വർഷം നമ്മൾ കോവിഡിന് പ്രളയത്തിനെ കൊടുത്തു 3 വർഷത്തിന് ശേഷം വന്നിട്ട് മലയാള സിനിമയിൽ അഭിനയിക്കാൻ ഒരു എന്താണ് ആ മലയാളത്തിനുള്ള ഇഷ്ടം, ആ പ്രിയമാണല്ലോ വീണ്ടും വരുന്നത്. അല്ലെങ്കിൽ എത്രയോ സിനിമകൾ മറ്റ് അന്യഭാഷയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഈ ഒരു കമ്പനിയിലേക്ക് വരാനുള്ള ഒരു അതിന്റെ ഒരു സ്നേഹം ഉണ്ടല്ലോ ആ കുടുംബത്തിലേക്ക് തിരിച്ചു വരാൻ. അതെ, നല്ലൊരു എൻട്രിയും കൂടെയാണ്. നല്ലൊരു പോലീസ് ഓഫീസറായിട്ട് വരുന്നത്. അത് വേറെ ഗെറ്റപ്പാണ് ചെയ്തിരിക്കുന്നത്. സൂപ്പർ ആയിരുന്നു. நல்லா இருக்குது. நான் பார்த்தது நான் இன்னும் பார்க்கல படம். So I want to see it. நான் வெயிட் பண்ணிட்டு இருக்கேன். മൊത്തം കണ്ടല്ലേ? ഇല്ല, മൊത്തം നാളെ കാണണം. നാളെ കാണുന്നുണ്ട്. ഇന്നലെ പ്രൊഡ്യൂസർ കണ്ടു, അദ്ദേഹം ഹാപ്പിയാണ്. പ്രൊഡ്യൂസർ பார்த்தாச்சு. ഒരു പ്രൊഡ്യൂസർ ഫുൾ ഫാമിലി പടം പാത്തിച്ച് അത് ഭയങ്കര ഹാപ്പിയാണ്. ഇനി ബാക്കി പ്രേക്ഷകരുടെ കയ്യിലാണ്. പ്രേക്ഷകരിലാണ്. മലയാള സിനിമയ്ക്ക് നല്ല സമയമാണ്. അതിന്റെ ഒരു ടെൻഷനും അല്ല, മലയാള സിനിമയ്ക്ക് നല്ല സമയമാണ്. മഴയൊന്നും ഒരു വിഷയമല്ല. ടർബോ ഇറങ്ങിയപ്പോൾ പുറത്ത് മഴയും അകത്തിടിയും എന്നാണ് പറഞ്ഞത് അല്ലെ? ഇടിയും മിന്നലും പോലെ അകത്ത്. അങ്ങനെ എല്ലാ സിനിമകളും നല്ല വിജയത്തിലേക്ക് ഇറങ്ങിയ എല്ലാ സിനിമയും. നമ്മളെ ഡിസംബർ നേരെന്ന സിനിമകളോടുകൂടി തുടങ്ങിയ വിജയമാണ്. ആ വിജയം ഇങ്ങനെ നിൽക്കുകയാണ്. തിയേറ്ററിൽ ഉത്സവം പോലെ മലയാള സിനിമ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ പടങ്ങളും നന്നായി, നമ്മുടെ പടവും DNA നന്നായി വരട്ടെ. എല്ലാവരും പ്രേക്ഷകരെല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യട്ടെ. ലോക മലയാളികൾ എവിടെയുണ്ട് അവിടെ ഏറ്റെടുത്താണ് മലയാള ഭാഷ. അപ്പോൾ എവിടെ ഇരുന്നാലും സിനിമ വിജയമുണ്ട്. ഈ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഇനിയും നമുക്ക് പറയേണ്ട സാഹചര്യത്തിലേക്ക് വരികയാണ്. കുറച്ച് സിനിമകൾ ഇങ്ങനെ ചെയ്ത് പോവല്ലേ അല്ലേ? ഇനിയൊരു കാലഘട്ടത്തിൽ വന്നിട്ട് ഇങ്ങനത്തെ എക്സ്പീരിയൻസ്, അന്നത്തെ കഥകളൊക്കെ പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അല്ലേ? ഇപ്പം വേറെ ഏതാണ് പ്രൊജക്ട് നടക്കുന്നത്? ഇപ്പം ഞാനൊരു ഫീമെയിൽ ഓൺലി സബ്ജക്ട് ചെയ്യുന്നുണ്ട്. അതായത് ന്യൂ ഡയറക്ടറാണ് നിലേഷ്. എൻ്റെ ആക്ടർ കോ ആക്ടർ എൻ്റെ കലേഷാണ്, നമ്മുടെ സെൽവ, ഹൃദയത്തിലെ സെൽവ. സോ അദ്ദേഹത്തിൻ്റെ മലയാളത്തിലെ ഫസ്റ്റ് ഹീറോ ആയിട്ട് ചെയ്യുന്നതാണ്. സോ ആ ഒരു സബ്ജക്റ്റ് ഇപ്പോൾ ഷൂട്ടിംഗ് കഴിഞ്ഞു. അതിൻ്റെ ഒരു 3 days പെൻഡിങ് ഉണ്ട്. ബാക്കി 2 മലയാളം തന്നെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ കറൻ്റ്ലി എക്സൈറ്റഡ് നമ്മുടെ DNA എങ്ങനെ പ്രേക്ഷകരെ എടുക്കും. ബിക്കോസ് ത്രില്ലറാണല്ലോ. ബിക്കോസ് ഇപ്പം കുറേ ത്രില്ലർ ജോണറുകൾ വരുന്നുണ്ട്. സോ അതിൽ ഒരു വെറൈറ്റി സാധനമാണ്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് ടി. എസ്. സുരേഷ് സാർ ഇപ്പം ഒരു പ്രോജക്റ്റ് കൊണ്ടുവരുന്നത്. സോ പെൻസി പ്രൊഡക്ഷൻ ഇത്ര ഒരു ബിഗ് ബഡ്ജറ്റ് പ്രോജക്റ്റും കൂടിയാണ്. അപ്പം കുറേ ആർട്ടിസ്റ്റും ഉണ്ട്. ഇപ്പോൾ പോസ്റ്ററിലായൊക്കെ കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ആരും ഇട്ട് ചെറിയൊരു റോള് വരെ വലിയ സ്റ്റാർസിനെ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരാളുടെ ഫേസ് പോലും നമുക്ക് നോൺ ആയിട്ടുള്ള അല്ലാത്തവരാരുമില്ല. എവ്രി വൺ ഇസ് നോൺ. സോ ഐ തിങ്ക് പ്രേക്ഷകർ അംഗീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ നമുക്ക് ആഗ്രഹിക്കാൻ പറ്റും. ബിക്കോസ് റൈറ്റ് നൗ ഇപ്പം ഹൈദർക്കൊക്കെ അറിയാം എങ്ങനെയാണ് ഓഡിയൻസ് ടേസ്റ്റ് എന്ന് അറിയാൻ പറ്റുന്നത്. നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നതാണ്. ദ ഒൺലി തിങ് വി ക്യാൻ ഡു ഇസ് നമ്മുടെ ഭാഗത്തുനിന്ന് 100% കൊടുക്കുക, മാക്സിമം പ്രൊമോട്ട് ചെയ്യുക, നമ്മളെ കൊണ്ട് എത്രത്തോളം അതിൽ എഫേർട്ട് ഇടുക ആൻഡ് പ്രാർത്ഥിക്കുക ആൻഡ് നിങ്ങളുടെ സപ്പോർട്ട് വേണം എന്ന് ആഗ്രഹിക്കുക. സോ ആൻഡ് ഐ തിങ്ക് ഇത് എൻ്റർടൈനർ ആയിരിക്കും. ബിക്കോസ് നമ്മളെ ഒരു സ്റ്റാർട്ട് തൊട്ട് എൻഡ് വരെ ഇങ്ങനെ വേറൊന്നും ചിന്തിപ്പിക്കാതെ ഇരുത്തുന്ന ഒരു കാര്യമാണല്ലോ എൻ്റർടൈനർ. അതിപ്പം ഞങ്ങൾ 2 സിനിമ ഒരുവിധം കണ്ടായിരുന്നു. അതായത് മൊത്തത്തിൽ കണ്ടില്ല, മേ ബി VFXന് മുന്നേ സുരേഷ് സാർ ഞങ്ങൾ 2 ഇരുത്തിന്ന് കാണിച്ചിരുന്നു. സോ ആൻഡ് വി ലവ്ഡ് ഇറ്റ്. സോ നൈ ഇറ്റ്സ് അപ് ടു ദി ഓഡിയൻസ്. സോ കണ്ടിട്ട് അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. സിനിമ റിലീസ് ആവുന്നതിന് മുമ്പ് എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടല്ലോ. അതിലാണെങ്കിൽ ഇരിക്കുന്നു. തീർച്ചയായിട്ടും സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. എനിക്ക് അസ്കറിൻ്റെ യാത്ര ഇനി നല്ല രീതിക്ക് തുടരണം. നമുക്കൊക്കെ ഒത്തിരി ആഗ്രഹിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, കുട്ടികളൊക്കെ ഞാൻ കണ്ടിരുന്നു. ഒരു വെഡ്ഡിങ്ങിന് പോയപ്പോൾ കണ്ടിരുന്നു. അന്ന് ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഈ സിനിമയുടെ റിലീസുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് എന്നോട് സംസാരിച്ചു, അവരെല്ലാവരും സംസാരിച്ചു. പക്ഷേ നല്ല നല്ല സിനിമകൾ കിട്ടുക, നല്ല നല്ല സിനിമയിലെ ഭാഗമാവുക. ഏറ്റവും ഭാഗ്യം മമ്മൂക്കാടെ നായികയുടെ ഭാര്യ എന്ന സിനിമയിലെ ഭാര്യയുടെ കൂടെ അഭിനയിക്കാൻ പറ്റിയ ഒരു വലിയ ഭാഗ്യമല്ലേ. കാരണം ഞങ്ങൾ തമിഴിൽ അഭിനയിച്ചപ്പോഴും എന്നെ അറിയത്തില്ല, റൈജിക്ക് എന്നെ അറിയത്തില്ല. അന്ന് മമ്മൂട്ടി ലുക്കൊന്നും ഇല്ലായിരുന്നു തമിഴിൽ. അത് ഫുൾ ക്ലീൻ ഷേവ്, ലെൻസ് എല്ലാം വേറെ പോലായിരുന്നു. മറ്റേ സേട്ടിന്റെ പോകാനായിട്ട് അവർ റൈജിക്ക് എന്നെ അറിയത്തില്ല. ഞാൻ ലാസ്റ്റ് പടം കഴിഞ്ഞു, റൈജി ഞാൻ വെറുതെ അപ്പടിങ്ങളാ നീ അങ്ങനെയാണ്. അന്നാണ് എന്നെ മനസ്സിലായത്. പടത്തില് വന്ന് കൊന്നതെന്ന് ஞாபகம் വെച്ചു. അപ്പോൾ DNA എല്ലാവരും കൂടെ വർക്ക് ചെയ്യാൻ വളരെ സന്തോഷം. വലിയൊരു പ്രോജക്റ്റാണ്. കാരണം ഭയങ്കര സസ്പെൻസ് ഉള്ളൊരു പടമാണ്. നല്ല വർക്ക്, എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്തൊരു പടമാണ്.
എല്ലാവരും എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷനിലെ ആൾക്കാർ വരെ അത്രത്തോളം കഷ്ടപ്പെട്ട കുറെ ഗോഡൌണും കുറെ പരിപാടികളും ഒക്കെ ഭയങ്കര സംഭവം. നല്ല ആക്ഷൻ ഉണ്ടെന്നു. നല്ല ആക്ഷൻ. 5 5 ഫൈറ്റ് ഉണ്ട്. അത് വലിയ സ്റ്റാൻഡ് അതും എല്ലാം ഡിഫറെന്റ് സ്റ്റണ്ട് മാസ്റ്റേഴ്സ്, ടോപ്പ് സ്റ്റണ്ട് മാസ്റ്റേഴ്സ് തന്നെ. സ്റ്റാൻഡ് സെൽവ ചെയ്ത് കനൽക്കണ്ണൻ മാസ്റ്റർ, രൺരവി எல்லா சீக்வென்ஸுக்கு வேற வேற மாஸ்டர். உங்களுக்கு ஃபைட் இருக்கா? அது படம் பாருங்க. படம் பார்த்துட்டு മാസ്റ്റർ. ஃபைட்டு படம் பார்த்துட்டு சொல்லுங்க. படம் பாருங்க. ஏதாவது ஒரு குடுக்கணும்ல எக்ஸைட்மெண்ட். പിന്നെ തീർച്ചയായിട്ടും. இது இப்போ எல்லா இன்டர்வியூல சொன்னா படமும் நரேஷன் இன்டர்வியூல சொன்னீங்க. അല്ല നമ്മ ഫിലിം ഒന്നും പേസല്ലേങ്ക. ഇതിനെ പറ്റി ഒന്നും പേസല. அத நான் பேசக்கூடாது. அதுதான் இப்படி இருக்கேன். അങ്ങനെയല്ല നമ്മൾ പിടിച്ചും പോയി. അപ്പം ഓരോ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ നമുക്ക്. സിനിമ സൂപ്പർ ഹിറ്റ്. നിങ്ങൾ മലയാളത്തിൽ ചൊല്ലുക. സിനിമ റിലീസ് പണിരുക്കുക. എല്ലാവരും വന്ന് തിയേറ്ററിൽ பார்க்கணும். മലയാളത്തിൽ மலையாளம் സിനിമ റിലീസ് ആകുമ്പോൾ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. റിപ്പീറ്റ്. ഓക്കേ. ആ. സിനിമ റിലീസ് ആകുമ്പോൾ സിനിമ റിലീസ് ആകുമ്പോൾ 14-ാം തീയതി 14-ാം തീയതി എല്ലാവരും കാണണം, എല്ലാവരും കാണും, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. പൊളി. തമിഴിൽ പറ. തമിഴിൽ പറ. പ്രോംപ്റ്റിക്കോ അതിന് തന്നെ ആഗ്രഹം. സിനിമ റിലീസ് ആക പോற. சினிமா ரிலீஸ் ஆக போற 14-ாம் தேதி 14ஆம் தேதி நீங்க எல்லாம் சப்போர்ட் பண்ணணும். நீங்க எல்லாம் சப்போர்ட் பண்ணணும். உங்களோட எல்லாம் blessing இருக்கணும். உங்களோட எல்லாம் blessings இருக்கணும். Thank you. வணக்கம் அண்ணா. தேங்க்யூ. താങ്ക് അല്ല. வணக்கம். நீங்க பிரெஞ்ச்ல சொல்லுங்க. பிரெஞ்ச். நீங்க சொல்லி கொடுங்க. ஹைதரிகா ப்ராம்ப்ட் பண்ணுங்க. சொல்லி கொடுங்க. இல்ல நீங்க ஹிந்தில சொல்லுங்க. ഹിന്ദിയിൽ നിങ്ങൾ சொல்லுங்க. ഹിന്ദിയിലെ சொல்லி கொடுங்க. ஹிந்தில. അല്ലാ. പറഞ്ഞോ. 14 जून को 14 जून को डीएनए फिल्म रिलीज हो रही है. डीएनए फिल्म रिलीज हो गई है. हो गया नहीं, हो रही है. हो रही है. हाँ, हो रही है. सॉरी. आप लोगों का सपोर्ट चाहिए. आप लोगों का सपोर्ट चाहिए. हमने बहुत मेहनत किया है. आपने बहुत मेहनत किया है मेहनत किया है और आपको जरूर अच्छा लगेगा. आपको जरूर अच्छा अच्छा लगेगा. लगेगा. हाँ, थैंक यू सो मच. थैंक यू सो मच. आपको सपोर्ट के लिए. आपको सपोर्ट के लिए. ഇച്ചിരി കട്ടി കുറക്കാം. അവിടെ കുറച്ചാ. അപ്പൊ 14-ാം തീയതി മലയാളത്തിൽ ഞാനങ്ങ് പറയാം അല്ല. ഓക്കെ. അപ്പൊ 14-ാം തീയതി DNA റിലീസാണ്. നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം. തിയേറ്ററിൽ കാണേണ്ട സിനിമയാണ്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നേരിട്ട് അറിയിക്കണമെങ്കിൽ നേരിട്ട് അറിയിക്കുക. ഇവരെല്ലാം ഫോൺ നമ്പർ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നേരിട്ട് അറിയിക്കുക. കൃത്യമായിട്ട് തന്നെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി അല്ലേ? വാട്സാപ്പ് നമ്പർ ഇപ്പോൾ പറയുന്നുണ്ടായിരിക്കും. ഇല്ല അല്ലേ? അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നല്ലൊരു സിനിമയാണ്. ഒത്തിരി നാളത്തെ കഷ്ടപ്പെട്ടുള്ള സിനിമയാണ്. നമുക്കൊക്കെ കുറേ ആളുകളെ വീണ്ടും മലയാള സിനിമയിലേക്ക് കിട്ടിയ ഒരു സിനിമയാണ്. അപ്പോൾ DNA എന്ന സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. ഇതിൻ്റെ 50-ാം ദിവസം 100-ാം ദിവസമൊക്കെ ആഘോഷിക്കാനുള്ള ഭാഗ്യം ദൈവം തരുമാറാകട്ടെ. ഒത്തിരി സന്തോഷം. താങ്ക് യു. വണക്കം. वणक्कम.